ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആരെയും അവഗണിക്കാതെ മാറ്റി നിർത്താതെ പരിഗണിക്കുന്ന നാളിൻ്റെ പേരാണ് നോമ്പുകാലം. എന്നിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൈമാറ്റം ചെയ്യപ്പെടാൻ തീരുമാനിക്കപ്പെട്ട ജീവിതങ്ങളിലേക്ക് എൻ്റെ ഏതെങ്കിലും നിഷേധഭാവങ്ങൾ കൊണ്ട്, അത് വാക്കുകളാവാം, ശരീരത്തിൻ്റെ ഭാഷയാവാം, നിലപാടിനകത്ത് ചില വ്യത്യാസങ്ങളാവാം, ഈ നിഷേധങ്ങൾ കൊണ്ട് ആ വ്യക്തിക്ക് അനുഗ്രഹം കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, എനിക്കായിട്ട് ദൈവമൊരുക്കിയ അനുഗ്രഹങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടു. അതുകൊണ്ടാണ് സെൻ്റ് അഗസ്റ്റിൻ പറഞ്ഞത്, അനുഗ്രഹം നൽകിക്കൊണ്ട് വേഗത്തിൽ കടന്നു പോകുന്ന തമ്പുരാനെ ഞാൻ ഭയപ്പെടുന്നു. നമ്മൾ ഓരോരുത്തരും ചോദിക്കണം, എൻ്റെ ജീവിതത്തിൽ അവഗണിക്കപ്പെടുക എന്നത് നൊമ്പരമുള്ള അനുഭവമാണെങ്കിൽ അവഗണിക്കുക എന്നതും സമാനമാണെന്നറിയണം. ഏറെ പ്രത്യേകിച്ച് പ്രതീക്ഷയോടെ കടന്നു വന്ന ആശ്വാസത്തിൻ്റെ തുരുത്തുകളിലൊക്കെയും അവഗണനയുടെ നൊമ്പരം പേറേണ്ട ഗതികെട്ട ജീവിതങ്ങളിൽ നമ്മുടേത് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, അത്തരം അനുഭവങ്ങളുള്ള ജീവിതങ്ങളെ വെറുതെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഒറ്റയ്ക്കല്ലെന്ന് ഉറപ്പ് കൊടുക്കാൻ, ഒപ്പമുണ്ടാകുമെന്ന് ആരൊക്കെ വിട്ടകന്നാലും വിട്ടുപോകില്ലെന്ന് പറയാൻ ആത്മബലം ഉണ്ടാവട്ടെ. ഈശോയുടെ പഠനം മുഴുവനും അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ശാന്തശീലനും വിനീത ഹൃദയൻ. അവഗണിക്കാൻ മനസ്സില്ലാത്ത, പരിഗണന ആവശ്യമുള്ള ചെറുതോ വലുതോ ആയ, അതുകൊണ്ടാണ് ഈ ചെറിയവരിൽ ഒരുവനെപ്പോലും അവഗണിക്കാൻ പാടില്ല. നമുക്കും ഈ ആത്മീയ വിചാരങ്ങളെ നോമ്പിൻ്റെ ചൈതന്യത്തിൽ ഹൃദയത്തിൽ സൂക്ഷിച്ച് ജീവിക്കാം. ഈശോയെ, അവഗണിക്കുക എന്ന ഈ കാലത്തിൻ്റെ ശൈലിയിൽ നിന്ന് പരിഗണിക്കുക എന്ന പുണ്യത്തിലേക്ക് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയാൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.